Hi children, welcome to LK Star Maths class. In the CBSE 5th chapter Maths 5th chapter Arithmetic Progression. Adinatha exercise 5.1 third problem. For the following APs, write the first term and common difference. നമുക്ക് കുറച്ച് APകൾ തന്നിട്ടുണ്ട്, കുറച്ച് ടേംസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഫസ്റ്റ് ടേം ഏതാണ്, പിന്നെ അതിൻ്റെ ഡിഫറൻസ് കണ്ടെത്തുക. ഇതിൽ ഫസ്റ്റും സെക്കൻഡും ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തേർഡ് വണ്ണാണ്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതിൽ കാണുന്നത് എല്ലാ ടേംസും ഞാൻ മുന്നേ കൂട്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മുൻപേ അപ്ലോഡ് ചെയ്തതിലും ഈ സെയിം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ എന്താണ്, ടേംസുകളാണ്. ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം. അപ്പോൾ ഇതിലിപ്പോൾ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ഏതാണ്, റൈറ്റ് ദ ഫസ്റ്റ് ടേം. നമുക്ക് ഈസി ആയിട്ട് എന്താ എഴുതാം, ഫസ്റ്റ് ടേം 1/3 ആണെന്ന് എഴുതാം. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്, കോമൺ ഡിഫറൻസ് ആണ്. സോ കോമൺ ഡിഫറൻസ് കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ സെക്കൻഡ് ടേം ആയിട്ടുള്ള 5/3 നിന്ന് ഫസ്റ്റ് ടേം ആയിട്ടുള്ള 1/3 റെഡ്യൂസ് ചെയ്യുക. സോ സെയിം അതുപോലെ തന്നെ നമുക്ക് എന്തും ചെയ്യാം, 9/3 മൈനസ് 5/3. ഇത് ഏതാണത്, തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. കണ്ടോ? ഇനിയോ പിന്നെ നമുക്ക് എങ്ങനെയാണ് ചെയ്യുക, ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം, അതായത് 13/3 മൈനസ് 9/3. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാത്തിലും ഒരേ ഡിഫറൻസ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ഒന്ന് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം കേട്ടോ. കണ്ടോ, നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എടുത്ത് എഴുതിയിട്ടുണ്ട് ഇവിടെ. ഇനി ഫസ്റ്റ് ടേം എന്താണ് ഇവിടെ, 1/3 ആണ്. ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് ആണ് കാണേണ്ടത്. സോ കോമൺ ഡിഫറൻസ് കാണാൻ നമുക്ക് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്യാം. കണ്ടോ, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് സെക്കൻഡ് ടേം എത്രയാണ്, 5/3. ഫസ്റ്റ് ടേം എത്രയാണ്, 1/3. ഇത് മൈനസ് ചെയ്യുമ്പോൾ 5 മൈനസ് 1 എത്രയാണ്, 4. ദെൻ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ആ സെയിം ഡിനോമിനേറ്റർ തന്നെ ഇവിടെയും എടുത്തെഴുതുക, ആ 3 എഴുതുക. സോ വി ഗോട്ട് വാട്ട്, 4/3. ക്ലിയർ? അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം അല്ലേ. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടെയാണ് മൈനസ് ചെയ്തത്. ഇനി നമ്മൾ ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യും. കണ്ടോ, 9/3 മൈനസ് 5/3. അപ്പോൾ എന്താ ചെയ്യുക, തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. സോ 9/3 മൈനസ് 5/3. ഇവിടെയും നമുക്ക് എന്ത് തന്നെ ആൻസർ കിട്ടിയത്, 4/3. ക്ലിയർ ആയല്ലോ? ഇനി അതുപോലെ തന്നെ ലാസ്റ്റ് ടേം ആയിട്ടുള്ള വിച്ച് മീൻസ് വാട്ട്, ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം. ഓക്കെ, സോ ഫോർത്ത് ടേം എന്ന് പറയുന്നത് എന്താണ്, 13/3. കണ്ടോ, 13/3. തേർഡ് ടേം എന്ന് പറയുന്ന ആരാ, 9/3. സോ 13/3 മൈനസ് 9/3 നമുക്ക് എന്ത് കിട്ടി, 4/3. കണ്ടോ, എല്ലാത്തിലും ഡിഫറൻസ് നമുക്ക് എന്താ കിട്ടിയത്, 4/3. അപ്പോൾ നമ്മൾ അങ്ങനെ കോമൺ ഡിഫറൻസും കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എഴുതാം അല്ലേ, ഫസ്റ്റ് ടേം 1/3, കോമൺ ഡിഫറൻസ് എത്രയാണ്, 4/3. ക്ലിയർ ആയല്ലോ? സോ അടുത്ത ക്വസ്റ്റ്യൻ കൂടി നോക്കാം കേട്ടോ. കണ്ടോ, ഫോർത്ത് വണ്ണാണ് കേട്ടോ. 0.6 1.7 ദെൻ 2.8 3.9. സോ ഇതിലേ നമുക്ക് ഫസ്റ്റ് ടേം എഴുതണം, കോമൺ ഡിഫറൻസ് കണ്ടെത്തണം. ഈ സെയിം മെത്തേഡ് തന്നെ അല്ലേ. സോ ഫസ്റ്റ് ടേം നമുക്ക് എടുത്തെഴുതാം 0.6, ദെൻ കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് എങ്ങനെയായിരിക്കും, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. കണ്ടോ, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. സോ സെക്കൻഡ് ടേം മീൻസ് വാട്ട്, 1.7 മൈനസ് 0.6. നമുക്ക് ഇത് റെഡ്യൂസ് ചെയ്തപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്, 1.1. ഇതെങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ. 1.7 മൈനസ് 0.6. ക്ലിയർ? then ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി, 1 കിട്ടി. ഈ 1 ഇങ്ങോട്ടേക്ക് വരും. ക്ലിയർ ആയില്ലേ? അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. സോ തേർഡ് ടേം എന്ന് പറയുന്നത് എത്രയാണ്, കണ്ടോ, 2.8 ആണ്. സോ 2.8 മൈനസ് 1.7, 2.8 മൈനസ് 1.7. ഇതും നമുക്ക് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി, 1.1 തന്നെ കിട്ടി. ഇതും റെഡ്യൂസ് ചെയ്യുന്നതാണ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ 2.8 1.7 എഴുതിയിട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ദെർഫോർ ഫസ്റ്റ് ടേം 0.6. അത് ആദ്യം കാണുന്ന നമ്പർ തന്നെയാണ് ഫസ്റ്റ് ടേം. ദെൻ സി ഡി എന്ന് പറയുന്നത് എന്താ, കോമൺ ഡിഫറൻസ് നമുക്ക് എല്ലായിടത്തും കിട്ടിയെന്നാണ്, 1.1. ക്ലിയർ ആയല്ലോ? ഓക്കെ, താങ്ക് യു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക കേട്ടോ.